ഹലോ മക്കളെ, അപ്പോൾ ഓണം എക്സാം ഒക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കെമിസ്ട്രിയുടെ ഊഴമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ, ഒരു അനാലിസിസ് നമ്മൾ നടത്താൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ, കുറച്ച് ആശയങ്ങൾ എൻ്റെ മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് കാണുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഷെല്ല് അല്ലെ, ഷെല്ലിന്റെ ഉള്ളിലാണ് സബ്ഷെൽ ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ ഷെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സബ്ഷെല്ലുകൾ കൊണ്ടാണ്. സബ്ഷെല്ലിന്റെയും ഉള്ളുകൾ ആണ് ആരുള്ളത്? ഓർബിറ്റൽ ഉള്ളത്. മനസ്സിലാക്കി വെക്കുക, ഓർബിറ്റൽ. ഈ പേരുകളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. ഓർബിറ്റൽ, ഓർബിറ്റലിന്റെ ഉള്ളിലാണ് ആര് വരുന്നത് മക്കളെ? ഇലക്ട്രോൺ വരുന്നത്. ഈ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് ആവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് മലയാളത്തിലും ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതാ നോക്കൂ മക്കളെ, ഷെല്ല്. ഷെല്ലിന്റെ ഉള്ളിലാണ് ആര് വരുന്നത് മക്കളെ? സബ്ഷെൽ വരുന്നത്. ഓക്കെ, സബ്ഷെൽ. അതേപോലെ തന്നെ അതിൻ്റെയും ഉള്ളിലാണ് ആര് വരുന്നത്? ഓർബിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വരുന്നത്. ഓർബിറ്റലിന്റെയും ഉള്ളിലാണ് ആര് വരുന്നത്? ഇലക്ട്രോണുകൾ വരുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഷെല്ലിന്റെ ഉള്ളിലാണ് സബ്ഷെൽ ഉള്ളത്, സബ്ഷെല്ലിന്റെ ഉള്ളിലാണ് ഓർബിറ്റൽ ഉള്ളത്, ഓർബിറ്റലിന്റെ ഉള്ളിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. ശരിക്കും ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഷെല്ലുകളുടെ പേര് നമുക്കറിയാം. ഏതൊക്കെയാണ് ഷെല്ലുകൾ? കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്. ശരിയല്ലേ? ഇങ്ങനെ ഷെല്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർബിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഷെല്ലാണ്. ഓർബിറ്റൽ വേറെയുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കെയുടെ അകത്ത് 2 ഇലക്ട്രോൺസുകൾ ഉണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. എല്ലിന്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എമ്മിന്റെ ഉള്ളിൽ 18 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിന്റെ ഉള്ളിൽ 32 ഇലക്ട്രോൺസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്, കാരണം 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഇത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷെല്ലിനെ കുറിച്ചാണ്. ഷെല്ലിനെ കുറിച്ചാണ് ഞാനിപ്പോ എന്ത് ചെയ്തത്? സംസാരിച്ചത്. ഓക്കെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് സബ്ഷെല്ലുകളെ കുറിച്ചാണ് അല്ലെ. പ്രത്യേകം ശ്രദ്ധിക്കണേ മക്കളെ, സബ്ഷെല്ലുകളെ കുറിച്ചാണ്. അപ്പൊ ഷെല്ല് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സബ്ഷെല്ലുകൾ. സബ്ഷെല്ല് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 സബ്ഷെല്ലുകളാണ്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ, എസിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം 2 ഇലക്ട്രോൺസ്. ഓക്കെ, പിയുടെ അകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എത്ര? 6 ഇലക്ട്രോൺസ്. ഇനി ഡിയുടെ അകത്ത് 10 ഇലക്ട്രോൺസ്, എഫിന്റെ അകത്ത് 14 ഇലക്ട്രോൺസ് കൊള്ളുന്നതാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നുകൂടി ഞാൻ പറയാണ്, ഷെല്ലിന്റെ അകത്തുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണം 2, 8, 18, 32 എന്നാണ്. എന്നാൽ സബ്ഷെല്ലിന്റെ അകത്ത് 2, 6, 10, 14 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അല്ല സാറേ, ഷെല്ലും സബ്ഷെല്ലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ? ഉണ്ട്. ആ ബന്ധമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കളെ ശ്രദ്ധിക്കടാ, മക്കളെ ശ്രദ്ധിക്കടാ. ഓരോ ഷെല്ലിന്റെയും നമ്പർ ഞാൻ എഴുതുകയാണ്. ഇതാണ് ഷെൽ നമ്പർ. ശ്രദ്ധിച്ച് കേട്ടോണേ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഷെൽ നമ്പർ മലയാളത്തിൽ നമുക്ക് എഴുതാം ഷെൽ നമ്പർ. ഓക്കെ, ഈ ഷെൽ നമ്പർ 1, 2, 3 and 4 ശരിയല്ലേ? ഇനി ഒന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് കെ എന്നാണ്, പഠിച്ചു വെച്ചോളാം. രണ്ടാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് എൽ എന്നാണ്. മൂന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്നത് എം എന്നാണ്. നാലാമത്തെ ഷെല്ലിനെ വിളിക്കുന്നത് എൻ എന്നാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി കെ എന്ന ഷെൽ ഉണ്ടാക്കിയിരിക്കുന്ന സബ്ഷെൽ എസ് ആണ്. പഠിച്ചു വെച്ചോളാം, കെ ഉണ്ടാക്കിയിരിക്കുന്ന സബ്ഷെൽ ഏതാണ്? എസ് ആണ്. ഓക്കെ, എൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ്? എസും ഉണ്ട്, പിയും ഉണ്ട്. ഓക്കെ, എം ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, ഇനി എൻ ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഷെല്ലുകൾ പറഞ്ഞു, ആദ്യം നമ്മൾ ഷെല്ലിന്റെ നമ്പർ പറഞ്ഞു, ഓരോ ഷെല്ലിന്റെയും നമ്പറിന് അനുസൃതമായിട്ടുള്ള അനുസരിച്ചുള്ള ഷെല്ലുകളുടെ പേര് പറഞ്ഞു.
ഇനി ഓരോ ഷെല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഓരോ ഷെല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് സബ്ഷെല്ലുകൾ കൊണ്ടാണ്. സബ്ഷെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓർബിറ്റൽ കൊണ്ടാണ്. ഓർബിറ്റലിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ഇലക്ട്രോൺസുകൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓരോന്നിന്റെയും കെ ഉണ്ടാക്കിയിരിക്കുന്ന എസ്, എൽ ഉണ്ടാക്കിയിരിക്കുന്ന എസ് പി, എസ് പി ഡി, എസ് പി ഡി എഫ്. മക്കളെ നോക്കണ, നമ്മൾ പരിശോധിക്കുന്നത് ഷെല്ലും സബ് ഷെല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. സാറേ നിങ്ങൾ നേരത്തെ പറഞ്ഞു കെയിൽ 2 ഇലക്ട്രോൺസ്, എല്ലിൽ 8 ഇലക്ട്രോൺസ്, എമ്മിൽ 18 ഇലക്ട്രോൺസ്, എന്നിൽ 32 ഇലക്ട്രോൺസ്. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു നമ്പറാണ് ഇത്. എസിൽ 2, പിയിൽ 6. ഇത് എന്താ സാറേ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞു ഷെല്ലിന്റെ ഉള്ളിലാണ് സബ് ഷെല്ല് കാണുന്നതെന്ന്. മക്കളെ ശ്രദ്ധിക്കടാ, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ കെയുടെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. നമ്മൾ പഠിച്ചതാണ്. എല്ലിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ്. ശരിയല്ലേ? എമ്മിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺസ്. എന്നിന്റെ അകത്ത് എത്ര ഉണ്ട്? 32 ഇലക്ട്രോൺസ്. ശരിയല്ലേ? അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ യാതൊരു സംശയമില്ല. കെന്റെ അകത്ത് 2, എല്ലിന്റെ അകത്ത് 8, എമ്മിന്റെ അകത്ത് 18, എന്നിന്റെ അകത്ത് 32. ഇനിയാണ് കളി മക്കളെ, ഇനിയാണ് നമ്മുടെ കളി. എസിൽ എത്ര കൊള്ളും എന്നാ പറഞ്ഞതാ? 2. ശരിയല്ലേ? അവിടെ പഠിച്ചിട്ടുണ്ട് എസിൽ 2. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി, കെയിൽ 2 ആകുമ്പോൾ എസിലും 2. റെഡി? ഇനി എല്ലിൽ 8 എണ്ണം അല്ലേ? ഞാൻ പറഞ്ഞു എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം. ശരിയല്ലേ? തൊട്ട് ബാക്ക് നോക്കി, പിയിൽ 6 എണ്ണം. അപ്പൊ നോക്ക, എസും പിയും കൂടി ചേർന്നാലേ എല്ലാവൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എസ് ആവുന്നു, ഇതൊരു പി ആവുന്നു. ഇത് രണ്ടും കൂടി ചേർന്നാൽ അതിന്റെ പേരാണ് എൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കുകള്, ഈ 2ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8. യെസ്, ഇപ്പൊ മനസ്സിലായോ മക്കളെ ഷെല്ലും സബ് ഷെല്ലും തമ്മിലുള്ള ബന്ധം? ഇനി അടുത്ത് നോക്കി, എമ്മിൽ 18 ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസിൽ 2 എണ്ണം ഉണ്ട്, പിയിൽ 6 എണ്ണമുണ്ട്, ഡിയിൽ 10 എണ്ണമുണ്ട്. ഇതൊന്ന് കൂട്ടി നോക്കിയേ, 2ഉം 6ഉം 8, 8ഉം 10ഉം 18. യെസ്, ഒരു എസും ഒരു പിയും ഡിയും കൂടി ഒരുമിച്ച് നിന്നാൽ എസും പിയും ഡിയും ഒരുമിച്ച് നിന്നാലേ എം ആവൂ. മനസ്സിലാവുന്നുണ്ടോ? റെഡി? അടുത്ത നോക്കൂ, എന്നിൽ 32 എണ്ണം. നമുക്കറിയാം എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടും. ഇനി പറയണ മക്കളെ, ഷെല്ലും സബ് ഷെല്ലും തമ്മിൽ ബന്ധമില്ല എന്ന് നിങ്ങൾ പറയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഒന്നാമത്തെ ചോദ്യം, എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെല്ല് ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? എസ് ആണ്. എസ് സിയിൽ കാണുന്നുണ്ട്, എസ് സിയിൽ കാണുന്നുണ്ട്, എസ് സിയിൽ കാണുന്നുണ്ട്, എസ് സിയിൽ കാണുന്നുണ്ട്. ശരിയല്ലേ? ഇനിയാണ് അടുത്ത കുസൃതി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഷെല്ലിന്റെ നമ്പർ 1 ആണെങ്കിൽ, ശ്രദ്ധിച്ചോണേ മക്കളെ, ഷെല്ലിന്റെ നമ്പർ 1 ആണെങ്കിൽ അത്രയും എണ്ണം സബ് ഷെല്ല് ഉണ്ടാകും അല്ലെ? ഷെല്ലിന്റെ നമ്പർ 1 ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ അകത്ത് ഒരു സബ് ഷെല്ല് ഉണ്ടാവും, അത് എസ് ആണ്. ഷെല്ലിന്റെ നമ്പർ 2 ആകുമ്പോൾ ഇവിടെ 2 സബ് ഷെല്ലുകൾ ഉണ്ടാവും, എസും പിയും. ഇനി ഷെല്ലിന്റെ നമ്പർ 3 ആകുമ്പോൾ ഇവിടെ 3 സബ് ഷെല്ല് ഉണ്ടാവും, 1, 2, 3. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇനി ഷെല്ലിന്റെ നമ്പർ 4 ആകുമ്പോൾ അതിന്റെ അകത്ത് 4 സബ് ഷെല്ല് ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഷെല്ലിന്റെ നമ്പർ കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ പരിപാടിയും നമുക്ക് എന്ത് ചെയ്യാം? ഊഹിച്ചെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഷെല്ലിന്റെ നമ്പർ 2 ആണ് എന്ന് വിചാരിക്കുക. ഷെല്ലിന്റെ നമ്പർ 2 മക്കളെ, ഷെല്ലിന്റെ പേരെന്തായിരിക്കും? ഷെല്ലിന്റെ പേര് എൽ എന്നായിരിക്കും. കാരണം നമുക്കറിയാം 2 ആണെങ്കിൽ എൽ അല്ലെ? ഇനി ഇതിന്റെ അകത്ത് എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാവും? ഷെല്ലിന്റെ നമ്പർ 2 ആണെങ്കിൽ ഇതിന്റെ അകത്ത് 2 സബ് ഷെല്ലുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാ? എസും ഉണ്ടാവും, പിയും ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഷെല്ലിന്റെ നമ്പറും സബ് ഷെല്ലിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം മക്കൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓർബിറ്റലുകളുടെ എണ്ണം. കേട്ടോ, ഓർബിറ്റലുകൾ എന്ന് പറയുമ്പോൾ എസിന്റെ അകത്ത് ഒരു ഓർബിറ്റൽ ആണുള്ളത്, പഠിച്ചു വെച്ചോളാം. പിയുടെ അകത്ത് 3 ഓർബിറ്റലുകൾ, ഡിയുടെ അകത്ത് 5 ഓർബിറ്റലുകൾ, എഫിന്റെ അകത്ത് 7 ഓർബിറ്റലുകൾ. പഠിച്ചു വെച്ചോളാം. അപ്പൊ ഓർബിറ്റൽ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലേക്ക് ഓർബിറ്റൽ എന്ന് കേൾക്കുമ്പോ ഓർബിറ്റൽ അല്ലെ, ഓർബിറ്റൽ എന്ന് കേൾക്കുമ്പോ ഒറ്റ സംഖ്യ ഓർമ്മ വരണതാ. ഓർബിറ്റ്, ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ അല്ലെ. ഓർബിറ്റൽ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ സംഖ്യ ഓർമ്മ വരണം അല്ലെ. ഓഡ് നമ്പർ 1, 3, 5, 7. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ?
യെസ്. അപ്പൊ എസിന്റെ അകത്ത് ഒരു ഓർബിറ്റൽ, പിയുടെ അകത്ത് 3 ഓർബിറ്റൽ, ഡിയുടെ അകത്ത് 5 ഓർബിറ്റൽ, എഫിന്റെ അകത്ത് 7 ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാം. ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ എസിന്റെ അകത്ത് നോക്കൂ മക്കളെ, ഈ സബ്ഷെല്ലിന്റെ അകത്ത് 1 ഓർബിറ്റൽ. ഇനി എസിന്റെ അകത്ത് 1ഉം പിയുടെ അകത്ത് 3ഉം, ടോട്ടൽ 4 ഓർബിറ്റൽസ്. ശരിയല്ലേ? ഇനി എസിന്റെ അകത്ത് 1, പിയുടെ അകത്ത് 3, ഡിയുടെ അകത്ത് 5, 1ഉം 3ഉം 4ഉം 5ഉം 9 ഓർബിറ്റൽ. ശരിയല്ലടാ മക്കളെ? ശരിയല്ലേ? ഇനി 1ഉം 3ഉം 4, 4ഉം 5ഉം 9, 9ഉം 7ഉം അല്ലെ? അങ്ങനെയല്ലേ ഓർബിറ്റൽ വരുന്നത്? എസിന്റെ അകത്ത് 1 ഓർബിറ്റൽ, പിയുടെ അകത്ത് 3 ഓർബിറ്റൽ, ഡിയുടെ അകത്ത് 5 ഓർബിറ്റൽ, എഫിന്റെ അകത്ത് 7 ഓർബിറ്റൽ. എല്ലാം കൂടി കൂട്ടിക്കേ 1, 3, 5, 7 അതല്ലേ? 1, 3, 5, 7 കൂട്ടുമ്പോ 1ഉം 3ഉം കൂട്ടിയാൽ 4, 4ഉം 5 കൂട്ടിയാൽ 9, 9ഉം 7ഉം എത്രയാ? 16. ഇതാണ് മക്കളെ ടോട്ടൽ ഓരോന്നിലുള്ള ഓർബിറ്റലിന്റെ എണ്ണം. അല്ല സാറേ, ഈ ഓർബിറ്റലിന്റെ എണ്ണം എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ കാണാൻ പറ്റും മക്കളെ? എങ്ങനെ കാണാൻ പറ്റും? പഠിച്ചു വെച്ചോളുക. ഷെല്ലിന്റെ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും ഓർബിറ്റലുകളുടെ എണ്ണം. ഷെല്ലിന്റെ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ ആയിരിക്കും. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. ക്ലിയർ ആണല്ലോ? ഇനി ഷെല്ലിന്റെ നമ്പർ 2 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 4 ആയിരിക്കും ഓർബിറ്റൽ. ഇതാണ് ടോട്ടൽ ഷെല്ലുകളിലെ ഓർബിറ്റലുകളുടെ എണ്ണം. ടോട്ടൽ ആണേ പറഞ്ഞത്, ടോട്ടൽ ആണ് കേട്ടോ പറഞ്ഞ്. അതായത് കെന്റെ അകത്തുള്ള ടോട്ടൽ, എല്ലിന്റെ അകത്തുള്ള ടോട്ടൽ, എമ്മിന്റെ അകത്തുള്ള ടോട്ടൽ, എന്നിന്റെ അകത്തുള്ള ടോട്ടൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഓർഡർ തന്നെ മക്കൾ പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്താണോ ഷെല്ലിന്റെ നമ്പർ അതിന്റെ സ്ക്വയർ ആയിരിക്കും. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, അതിന്റെ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഓർബിറ്റലുകളുടെ എണ്ണം. മക്കളെ നോക്ക്, നമുക്കൊരു നമ്പർ ഇട്ട് നോക്കാം. പിടിച്ചോടാ. ഷെല്ലിന്റെ നമ്പർ 3. മക്കളെ എന്റെ കൂടെ വരിക. ഷെല്ലിന്റെ നമ്പർ 3. അങ്ങനെയാണെങ്കിൽ ഷെല്ലിന്റെ പേരെന്തായിരിക്കും? 1 ആണെങ്കിൽ കെ, 2 ആണെങ്കിൽ എൽ, 3 ആണെങ്കിൽ എം അല്ലെ? അപ്പൊ എം ആയിരിക്കും. ശരിയല്ലേ? എം. ഇനി എമ്മിന്റെ അകത്ത് എത്ര സബ്ഷെല്ലുകൾ ഉണ്ടാവും? കാരണം നമുക്കറിയാം ഇവിടെ നമ്പർ 3 ആണ്. അപ്പൊ 3 സബ്ഷെൽ ഉണ്ടാവും. 3 ഉണ്ടാവൂലേ? ഏതൊക്കെയാ? എസ് ഉണ്ടാകും, പി ഉണ്ടാവും, ഡി ഉണ്ടാവും. റെഡി അല്ലേ? ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. 9 എന്ന് എഴുതാം. അതെങ്ങനെ കിട്ടി സാറേ? അതെങ്ങനെ കിട്ടി? ഇതാണ് ആ ഷെല്ലിന്റെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അതായിരിക്കും ഓർബിറ്റൽ. നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തു. 3 ആണെങ്കിൽ 9 ഓർബിറ്റൽ. ക്ലിയർ ആയിട്ട് മനസ്സിലായ മക്കളെ? ഈ കാര്യങ്ങൾ അറിയാതെ ഒരു കാരണവശാലും 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ തുടങ്ങരുത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് 3ാമത്തെ ചാപ്റ്ററിലെ ഏത് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തുക. ഷെല്ലിന്റെ ഉള്ളിലാണ് സബ്ഷെല്ലുള്ളത്, സബ്ഷെല്ലിന്റെ ഉള്ളിലാണ് ഓർബിറ്റൽ ഉള്ളത്, ഓർബിറ്റലിന്റെ ഉള്ളിലാണ് ഇലക്ട്രോൺസുകൾ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടുതൽ ചോദ്യങ്ങൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ്? ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് വരാൻ പാടുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ നിങ്ങൾ ഇത് എങ്ങനെ എത്രമാത്രം മനസ്സിലായി എന്ന് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങളെ ചങ്ക് കൂട്ടുകാരികൾക്കും അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ളത്, അടിയിലൂടെ ഒരു സ്ക്രോൾ പോകുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആണ്. ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് എന്ത് ചെയ്യുന്നത്? അതിന്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. കുറഞ്ഞ സമയം കൂടുതൽ പഠനം, അതാണ് ഫാസ്റ്റ് ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, മുഴുവൻ കാര്യങ്ങളും ആദ്യം മുതലേ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഫാസ്റ്റ് ട്രാക്ക്. അപ്പൊ എന്ത് ചെയ്യുക? അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു സ്ക്രോള് ഡി കൂടി പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. വേഗം ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും കാണാം മക്കളെ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.